നോക്കൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ പി ശശിയാണ് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സംശയമാണ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത് എങ്കിൽ ഇന്ന് ആ സംശയം കൂടുതൽ ബലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് പി വി അൻവർ വിവിധ വാർത്താ സമ്മേളനങ്ങളായി പല തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത്, പി വി അൻവറിന് നല്ല ബന്ധമാണല്ലോ പിണറായി വിജയനുമായിട്ട്. അദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തിന് ഈ MR അജിത് കുമാറിനെതിരെ, അതേപോലെ തന്നെ SP ആയിട്ടുള്ള ശശിധരനെതിരെ, അതേപോലെ SP ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ ഒക്കെ പരാതികളുണ്ട് എങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മുഖ്യമന്ത്രിയെ കാണാവുന്നതേ ഉള്ളൂ. നിശ്ചയമായും അദ്ദേഹം ഈ CPM-ൻ്റെ ഒരു പാർട്ടി ഫോറത്തിലും അംഗമല്ല. എന്നാൽ പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം ഇടതുപക്ഷ MLA ആണല്ലോ. അവിടെ വേണമെങ്കിൽ ഉന്നയിക്കാം. ഇനി പി വി അൻവറിന് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടാത്ത ഒരാളൊന്നുമല്ല. കാരണം വെച്ചാൽ അദ്ദേഹം MLA ആണ്, ഭരണപക്ഷത്ത് നിൽക്കുന്ന MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എന്തുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നു? ഇത് രഹസ്യമായി മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട ഒരു കാര്യമല്ല. അതല്ല ലക്ഷ്യം. ഇപ്പോൾ MR അജിത് കുമാറിനെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ശശിധരനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സുജിത് ദാസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വകാര്യമായി പോയി കണ്ട് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ് എങ്കിൽ നടപടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്ത് എന്തോ ഒരു അജണ്ട ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, നോക്കൂ, MR അജിത് കുമാറിൽ അവസാനിപ്പിക്കാവുന്ന അലിഗേഷന് അപ്പുറത്തേക്ക് പി വി അൻവർ ഇതിൽ പി ശശിയിലേക്ക് കൂടി കൊണ്ടുപോയിട്ടുണ്ട്. പി ശശിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയും പുലർത്തുന്നുണ്ട്. അപ്പോഴും പി ശശിക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻവർ പി ശശിയെ രംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ്. ഇന്ന് നോക്കൂ, റസാഖ് അല്ലേ, കാരാട്ട് റസാഖ് എന്ന് പറയുന്ന കൊടുവള്ളിയിൽ നിന്ന് മുമ്പ് ജയിച്ചിട്ടുള്ള CPM-ൻ്റെ MLA ആയിരുന്ന ഒരാൾ ഇന്ന് പി ശശിയെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് എന്താ പറയുന്നത്? പി ശശി അങ്ങേയറ്റം കുഴപ്പം പിടിച്ചിട്ടുള്ള ഒരാളാണ്, അധികാര ദുഷ്പ്രമത്തതയുള്ള ആളാണ്, അഹങ്കാരിയാണ്. എന്താണിപ്പോൾ പി ശശിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കാരാട്ട് റസാഖ് വന്നിട്ട്? ഇനി മൂന്നാമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഇന്ന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ. അതെന്താ? CM-ൻ്റെ ഫോൺ ചോർത്തിയെന്നാണ് പറയുന്നത്. CM വിളിച്ചിട്ട് പറയുമോ ഈ പറയുന്ന അരുൺകുമാറിനോട് എൻ്റെ ഫോൺ ചോർത്താൻ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? യഥാർത്ഥത്തിൽ അത് പി ശശിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ബലപ്പെടുന്ന സംശയമാണത്. കാരണം നോക്കൂ, ഇതിന് ശേഷം ആരെങ്കിലും ഈ പറയുന്ന പി വി അൻവറിനെതിരായിട്ടൊരു എതിർശബ്ദം CPM-ൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷ മുന്നണിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? മറുവശത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്തുണയല്ലേ ഉണ്ടായിട്ടുള്ളത്? ആദ്യം പിന്തുണച്ചതാരാ? MV ഗോവിന്ദനാണ് പിന്തുണച്ചത്. ഈ പറയുന്ന സർക്കാരിലെ പോലീസിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഇതിനെ വളരെ മൃദുവായി കൈകാര്യം ചെയ്തത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാ. രണ്ടാമത്തെ പ്രതികരണം വന്ന ആരുടെയാ? മുഹമ്മദ് റിയാസിൻ്റെ. എന്താ പറഞ്ഞത്? മെറിറ്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ LDF കൺവീനറിൻ്റെ പ്രതികരണം വന്നല്ലോ. അദ്ദേഹം 5 മണിക്കൂർ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പി വി അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇനി പി ശശിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ അതും അന്വേഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു 2 വർഷത്തിനകത്ത് പാർട്ടിയിലെ പവർ ഇക്വേഷൻസ് ഒക്കെ മാറുമെന്നേ, നേതൃമാറ്റമൊക്കെ ആവശ്യമായി വരുന്നൊരു ഘട്ടമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ 79 വയസ്സുണ്ട് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സാകും. നമുക്ക് പറയാം 2006 80 വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായെന്നൊക്കെ പറയാം. പിന്നീട് പാർട്ടിക്ക് തന്നെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്, 75 വയസ്സിന് ശേഷം ആരും തന്നെ ഒരു പദവികളും വഹിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. 75 വയസ്സിന് ശേഷമാണ് കേട്ടോ മുഖ്യമന്ത്രിയായി വീണ്ടും പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സംഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തുടർഭരണം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പിണറായി മത്സരിക്കുമെന്നോ പിണറായി വിജയൻ മുന്നോട്ട് വരുമെന്നോ. അദ്ദേഹത്തിന് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി ആരാണ് ആ നേതൃത്വത്തിലേക്ക്? അത് ഈ പാർട്ടിയിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, വളരെ പ്രമുഖരെന്ന് നമ്മൾ കരുതുന്ന പല നേതാക്കളുടെയും CPM-ലെ സ്ഥിതി എന്താ? ഇപ്പോൾ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ഡൽഹി കേന്ദ്രിച്ചാണ് പ്രവർത്തിക്കുന്നത്. A വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ഡൽഹി കേന്ദ്രിച്ചാണ് പ്രവർത്തിക്കുന്നത്. തോമസ് ഐസക്ക് ഇപ്പം മുഖ്യധാരയിലുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. AK ബാലൻ 75 വയസ്സിൻ്റെ ഒരു ബാധ്യത അദ്ദേഹത്തിനുമുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ നോക്കിക്കേ, P ജയരാജൻ്റെ സ്ഥിതി എന്താ? വളരെ സൈഡ് ലൈൻഡാണ്.
EP-യുടെ അവസ്ഥ എന്താ? EP ഇപ്പോൾ അങ്ങോട്ട് മാറി, EP പുറത്താക്കപ്പെട്ടു. ഈ MV ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് ഒരു അധികാര കേന്ദ്രമായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ? ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ യുക്തി വെച്ചാണ് ഈ കാര്യങ്ങളെ പരിശോധിക്കുന്നത്. MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു അധികാര കേന്ദ്രം ആരാ പിന്നീട് ഉണ്ടായിട്ടുള്ളത്? P. ശശിയാണ്. P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. P. ശശി അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട. കാരണം വെച്ചാൽ കണ്ണൂർ രാഷ്ട്രീയത്തിലും CPM-ന്റെ രാഷ്ട്രീയത്തിലും ഒരു ശക്തനായ ആൾ തന്നെയാണ് P. ശശി. P. ശശി ഒരു ക്രൗഡ് പുള്ളർ ആയിരിക്കില്ല. P. ശശി നല്ല പ്രഭാഷകനായിരിക്കില്ല. P. ശശി നിങ്ങളെ മാധ്യമങ്ങളെ കാണുന്ന ആളായിരിക്കില്ല. പക്ഷേ P. ശശിക്ക് നല്ല ക്ലൗട്ട് ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും അതിൻ്റെ ഭാഗമായി അദ്ദേഹം പുറത്തു പോയിട്ടും അദ്ദേഹം പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ വരുന്നു, പിന്നെ സംസ്ഥാന സമിതിയിൽ വരുന്നു, വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നു. എന്നു മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായി P. ശശി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ടെന്നേ. അവിടെ P. ശശി ഒരു അധികാര കേന്ദ്രമായി CM-ന്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ P. ശശി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ള ഒട്ടേറെ പേർ ഇപ്പുറത്തുണ്ട്. PV അൻവർ എന്ന് പറയുന്നയാൾ ഇപ്പോൾ പുറത്തിറങ്ങി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ P. ശശിയാണോ എന്ന സംശയമുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 2006 മുതൽ 2011 വരെ, വലിയ ദൂരമൊന്നുമില്ല ആ ചരിത്രത്തിന്, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ ആ മുന്നണിക്കുള്ളിൽ വരുന്ന ഒരാളുണ്ട്, PC ജോർജ്. PC ജോർജ് പുറത്തിറങ്ങി അതിഗംഭീരമായി ബാറ്റ് ചെയ്യുമായിരുന്നു. ഈ PC ജോർജ് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് പാർട്ടിക്കെതിരായിട്ടുള്ളത് പാർട്ടിക്കുള്ളിലെയും പല നീക്കങ്ങളും ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നൊരു സത്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നേ പിണറായി വിജയൻ PC ജോർജിനെ മുന്നണിയിൽ നിന്നും AK സെന്ററിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത്. അപ്പോൾ അങ്ങനൊരു ചരിത്രം CPM-ന്റെ ഈ 2006-2011 കാലഘട്ടം പരിശോധിച്ചാൽ അറിയാം. ഏറെക്കുറെ സമാനമായൊരു നീക്കമാണ് PV അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം 2006-2011 PC ജോർജ് കളിച്ചൊരു കളി, ആ ഒരു മാതൃക ഇപ്പോൾ പിന്തുടർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു പവർ ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പവർ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ട ഈ പറയുന്ന PV അൻവറിൻ്റെ രംഗപ്രവേശത്തിന് പിന്നിലുണ്ട്. ഇന്നിപ്പോൾ കാരാട്ട് റസാക്ക് കുറച്ചുകൂടി ഷാർപ്പായി P. ശശിക്കെതിരെ പറയുന്നതിനകത്തുണ്ട്. CM-ന്റെ തന്നെ ഫോൺ ചോർത്തപ്പെട്ടു എന്ന് പറയുന്നതിനകത്തുണ്ട്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും ഫോണുകൾ ചോർത്തപ്പെട്ടു എന്ന് പറയുന്നതിനകത്തുണ്ട്. അതൊക്കെ MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP-യെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും മാത്രമാണെന്ന് കരുതാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് കൃത്യമായും ഓപ്പറേഷൻ P. ശശി തന്നെയാണ്. നോക്കൂ, ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും. പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കും. അതിനുശേഷം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കും. ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ഒരു ശശികാലമാകുമോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ അഭിപ്രായം, ഇത് ഇനിയും തലകൾ ഉരുളും. അതിലേറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് P. ശശിയാണ് എന്ന് സംശയിക്കാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. Meet the editors.